ഒരിക്കൽ മര്യാദ പുരുഷോത്തമൻ പ്രഭു ശ്രീരാമന്റെ പ്രാണസഖിയായ മാതാ സീതയെ അന്വേഷിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി ലങ്കാപുരിയിൽ എത്തിച്ചേർന്നു. സീതാമാതാവിനെ തിരഞ്ഞ് ലങ്കാ നഗരത്തിന്റെ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് പ്രഭു ശ്രീരാമന്റെ പുണ്യനാമം ജപിക്കുന്ന മനോഹരമായ ശബ്ദം കേട്ടു. ഈ ലങ്കയിൽ ആരാണ് ഇത്രയും പരിശുദ്ധമായ ഭക്തിയോടെ ശ്രീരാമനാമം ജപിക്കുന്നത് എന്നോർത്ത് അത്ഭുതം പൂണ്ട ഹനുമാൻ സ്വാമി ആ ദിവ്യ ശബ്ദം കേട്ട ദിശയിലേക്ക് തിരിഞ്ഞു നടന്നു. അടുത്തേക്ക് ചെന്നപ്പോൾ രാജകീയ വേഷവിധാനങ്ങളോട് കൂടിയ ഒരു മഹാത്മാവ് അഗാധമായ ഈശ്വര ചിന്തയോടെ പ്രഭു ശ്രീരാമന്റെ നാമങ്ങൾ ഉരുവിട്ട് ധ്യാനത്തിലിരിക്കുന്നത് കണ്ടു. ഈ കാഴ്ചയിൽ ആനന്ദം പൂണ്ട ഹനുമാൻ സ്വാമി പെട്ടെന്നൊരു സന്യാസിയുടെ വേഷത്തിൽ ശ്രീരാമന്റെ നാമം ജപിക്കാൻ തുടങ്ങി. ഇത് കേട്ട ഭക്തൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ തേജസ്സോട് കൂടിയ ഒരു സന്യാസിയെ കണ്ടു. ലങ്കാധിപതി രാവണന്റെ അനുജനായ വിഭീഷണനായിരുന്നു അത്. വിഭീഷണൻ തന്നെ തേടി വന്ന ആ സന്യാസിയെ വിനയത്തോടെ വണങ്ങി ആരാണെന്ന് ചോദിച്ചു. ഹനുമാൻ സ്വാമി ഭക്തിപൂർവ്വം മറുപടി നൽകി, ഞാൻ പ്രഭു ശ്രീരാമന്റെ ദാസന്മാരിൽ ഒരാളാണ്. ഞാൻ ഈ നഗരത്തിൽ വന്നപ്പോൾ പരിശുദ്ധമായ ശ്രീരാമനാമം ജപിക്കുന്നത് കേട്ടു. എന്നാൽ ശ്രീരാമന്റെ ആ ഭക്തനെ കണ്ടുമടങ്ങാമെന്ന് കരുതി. ഈ വാക്കുകൾ കേട്ട് വിഭീഷണൻ തന്റെ ഹൃദയം തുറന്നു. ഞാൻ ലങ്കയുടെ അധിപനായ രാവണന്റെ അനുജൻ വിഭീഷണനാണ്. ആ സമയം ഹനുമാൻ സ്വാമി തന്റെ യഥാർത്ഥ രൂപത്തിൽ തിരികെ എത്തി. എന്നിട്ട് വിഭീഷണനോട് പറഞ്ഞു, അങ്ങ് ദയവായി മാതാ സീതയെ എവിടെയാണ് രാവണൻ തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും നമുക്ക് പ്രഭു ശ്രീരാമന്റെ ദുഃഖം മാറ്റിയേ തീരൂ. വിഭീഷണൻ ഒരു നിമിഷം പോലും വൈകാതെ ആനന്ദത്തോടെ മറുപടി നൽകി. വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അശോകവനികയിലാണ് മാതാ സീതയെ രാവണൻ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന വിഭീഷണന്റെ സഹായത്താൽ ഹനുമാൻ സ്വാമിക്ക് വളരെ വേഗം മാതാ സീത ഇരിക്കുന്ന സ്ഥലം കണ്ടെത്താനും പ്രഭു ശ്രീരാമന്റെ ദൂത് പൂർത്തിയാക്കാനും സാധിച്ചു. വിഭീഷണൻ ഹനുമാൻ സ്വാമിയെ സഹായിച്ച ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീറാം, ജയ് ബജ്രംഗ്ബലി.